കൊല്ലം പുത്തൂരിൽ മന്ത്രവാദത്തിനിടെ 16-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. പൂജാമുറി എന്ന പേരിൽ മുരാരി തന്ത്രി പെൺകുട്ടിയെ കൊണ്ടുപോയത് കിടപ്പുമുറിയിലേക്കാണ്. ബെഡ്റൂമിൽ വെച്ച് പെൺകുട്ടി അതിക്രൂരമായ മർദ്ദനത്തിനിരയായി. മുറിക്കുള്ളിൽ രക്തപ്പാടുകൾ അടക്കമുള്ളതിന്റെ ദൃശ്യങ്ങളും കാണാനുണ്ട്. ഇതൊക്കെ കൊണ്ട് ചിടിച്ചാണ് കൊച്ചിനെ, ചോരയൊക്കെ ആയിട്ടുണ്ട്. ഇതുവഴി കയറിയിട്ട് ഇവിടെ പുറത്തിറക്കിയിട്ട് ഇതുവഴി പോയിട്ട് അവൻ ഇതുവഴി ഡോറ് തുറന്നു. ഈ ഡോർ ക്ലോസ് ആണ്. പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം പൂജയ്ക്ക് എന്ന പേരിൽ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും 1 മണിക്കൂറോളം പെൺകുട്ടിയെ റൂമിൽ അടച്ചിട്ടുവെന്നും ബന്ധുവായ യുവാവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇദ്ദേഹം ഇവരുടെ അടുത്ത് പറഞ്ഞത് ഈ കുട്ടിക്ക് എന്തോ ബാധയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ തനിച്ച് ഒരു പൂജയിൽ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു പ്രായമായ സ്ത്രീയുണ്ട്, അത് അമ്മയാണെന്നാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മയാണോ ഭാര്യയുടെ അമ്മയാണോ നമുക്ക് അറിയത്തില്ല. അപ്പൊ അവര് പറഞ്ഞത് അതിനെന്താ, ഞങ്ങള് പിന്നെ ഇവിടെ ഉണ്ടല്ലോ. ഏറ്റവും അവസാനം ഒരു ബെഡ്റൂമാണ്, ആ ബെഡ്റൂമിൽ ഈ പെൺകുട്ടിയെ ഇയാൾ എത്തിക്കുകയാണ് ഉണ്ടായത്. എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക ആദ്യം ചെയ്യുന്നത്. അത് പിന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കരണത്താണ് അദ്ദേഹം ആദ്യം അടിക്കുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഈ റൂം തുറന്ന് പുറത്തേക്ക് ഓടി വന്ന് ഈ അമ്മയെ കെട്ടിപ്പിടിക്കുക. ഈ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ട് ഈ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഈ വ്യാജ ജ്യോത്സ്യൻ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ പുറകെ ഓടി വന്നിട്ട് പറയാ, പെൺകുട്ടിയെ തുടരരുത്, ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിരിക്കുകയാണ്, നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തും ബാധ കയറുമെന്നും പറഞ്ഞിട്ട് ഈ അമ്മയും കൂടെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. വിവരങ്ങളുമായിട്ട് കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷമീർ, ഇത് അങ്ങേയറ്റം കേരളത്തെ ആകെ പേടിപ്പിച്ച സംഭവമാണ്. ഇപ്പോൾ അയാൾ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും അതൊരു ചെറിയ പെൺകുട്ടിയാണ്. ചോരപ്പാടുകളടക്കമുണ്ട്. വല്ലാത്തതിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയെന്നാണല്ലോ കാണുന്നത്. ഇത് ഈ അമ്മ പുറത്ത് ഇത്രയും നേരം 1 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നോ ഈ പീഡനങ്ങളെല്ലാം നടക്കുമ്പോൾ, ഈ ഉപദ്രവിക്കലെല്ലാം നടക്കുമ്പോൾ? എന്താണിപ്പോൾ ഈ ബന്ധുക്കൾ പറയുന്നത്? സനീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് ഈ തന്ത്രിയെ പോലീസ് പിടികൂടുന്നത്. ഈ അവസരത്തിൽ ഇയാൾ പറഞ്ഞത്, മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇയാൾ തിരിച്ചു വരുമ്പോൾ പറഞ്ഞത് ഇതൊരു ഹണി ട്രാപ്പാണ്. ഈ പെൺകുട്ടിയുടെ കുടുംബം തന്നോട് 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഇയാൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് നടന്നു വരുമ്പോൾ പറയുന്നത്. ഇതിനുശേഷം നമ്മളൊരു അന്വേഷണം നടത്തി എന്താണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിക്കൊപ്പം അവിടെ ഉണ്ടായിരുന്ന അമ്മയ്ക്കൊപ്പം അവിടെ ഉണ്ടായിരുന്ന ബന്ധുവിൻ്റെ സൗണ്ട് ബൈറ്റാണ് നമ്മൾ കേൾപ്പിക്കുകയും ചെയ്തത്. ആ പെൺകുട്ടിയെ അവിടെ എത്തിക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ജ്യോതിഷൻ്റെ അടുത്തേക്ക് വരുന്നത്, ഈ മുരാരി തന്ത്രിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അയാൾ പറയുന്നു, ഈ പെൺകുട്ടിയുടെ ശരീരത്ത് ഒരു ബാധയുണ്ട്, ആ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ പെൺകുട്ടിയെ ഒറ്റയ്ക്കൊരു മുറിയിലേക്ക് കൊണ്ടുപോയി, പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി പൂജ ചെയ്യണമെന്നാണ് ഇയാൾ ആ അമ്മയോട് ആവശ്യപ്പെടുന്നത്. ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും, അത് സാധ്യമല്ല എന്ന പെൺകുട്ടിയുടെ അമ്മ പറയുമ്പോൾ ഇയാളുടെ ഭാര്യ അവിടെ നിന്ന് പറയുന്നു, ഞങ്ങൾ കുടുംബമായി താമസിക്കുന്ന സ്ഥലമാണ്, ഇവിടെ പൂജാമുറി ഉണ്ട്, ഇവിടെ അങ്ങനെ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. അവർക്കൊപ്പം മറ്റൊരു പ്രായം ചെന്ന വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഈ ബന്ധു പറയുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അടച്ചിട്ട ആ മുറിയിലേക്ക്, അതായത് ഒരാൾ ശബ്ദമുണ്ടാക്കിയാൽ പോലും ആ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ കഴിയാത്ത ആ മുറിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം ആ പെൺകുട്ടിയുടെ മൊഴിപ്രകാരം ആ പെൺകുട്ടിയുടെ വസ്ത്രം അഴിക്കാൻ പറയുന്നു. ഇതിനുശേഷം അതിന് വിസമ്മതിച്ച ആ പെൺകുട്ടിയെ ക്രൂരമായി ഇയാൾ ആ മുറിയിലിട്ട് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനശേഷവും ഈ പെൺകുട്ടിക്ക് നേരെ ഇയാൾ പീഡന പരമ്പരകൾ അഴിച്ചുവിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നു, ഏതാണ്ട് 1 മണിക്കൂറായല്ലോ അകത്തേക്ക് കൊണ്ടുപോയിട്ട്, എൻ്റെ മകളെ കാണാനില്ല എന്ന് തുടർച്ചയായി അവർ പ്രശ്നമുണ്ടാക്കുന്നതിനിടയിലാണ് വാതിൽ വളരെ വേഗത്തിൽ തുറന്നുകൊണ്ട് ആ പെൺകുട്ടി പുറത്തേക്ക് ഓടി വരികയും ചെയ്തത്. ഇതിനുശേഷം അമ്മയെ കെട്ടിപ്പിടിച്ച പെൺകുട്ടി കരയുകയാണ്. അപ്പോൾ ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന രാജൻ ബാബു അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന പെൺകുട്ടിയുടെ ശരീരത്ത് ഇത്തരത്തിൽ ബാധയുണ്ട്, നിങ്ങൾ ആ പെൺകുട്ടിയെ സ്പർശിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്കും ഈ ബാധ കയറും തുടങ്ങിയ വിചിത്രമായ കാര്യങ്ങൾ അയാൾ പറയുന്നു. തുടർന്ന് പെൺകുട്ടി അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നും ആ അമ്മയോട് പറഞ്ഞ സാഹചര്യത്തിൽ അവർ ബന്ധുക്കൾ തിരിഞ്ഞൊരു സാഹചര്യത്തിൽ ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ഇന്നലെ ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഇയാളെ പുത്തൂരുള്ള ഒരു ഹോട്ടലിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. പിടികൂടിയ ശേഷവും ഇയാൾ യാതൊരു
യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സഞ്ചരിക്കുന്നു. അതിനുശേഷം ഇയാളെ വൈകിട്ടോടുകൂടി അതാണ് ഷമീർ, അങ്ങേറ്റം പേടിപ്പെടുത്തുന്ന മുഖഭാവങ്ങളാണ് അയാൾക്ക് ആ നേരത്തും ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അവർക്കെതിരെ വീണ്ടും കുറ്റം പറയാനാണ്, അല്ലെങ്കിൽ തന്നെ ഹണി ട്രാപ്പ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള അങ്ങേയറ്റം വലിയ കള്ളത്തരങ്ങൾ അയാൾ പറയുകയും ചെയ്യുകയാണ്. ഇതിപ്പോൾ ഷമീർ പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ, ആ ബന്ധു നമുക്ക് നൽകിയ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഇയാളുടെ ഭാര്യ കൂടെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും ഈ അമ്മ പെൺകുട്ടിയെ പൂജാ വിധികൾക്കായിട്ട് അകത്തേക്ക് ഒറ്റക്കാണെങ്കിലും പറഞ്ഞയച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യ കൂടെ, ഈ തന്ത്രിയുടെ ഭാര്യ കൂടെ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടതല്ലേ? പോലീസ് അവരെ ചോദ്യം ചെയ്തിട്ടോ മറ്റോ ഉണ്ടോ? അവർ കൂടെ ഇതിന് ഒത്താശ ചെയ്തു എന്നല്ലേ ഈ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക? തീർച്ചയായിട്ടും സനീഷ, ഇതുവരെയും ഈ കേസിൽ ഒരാളാണ് പ്രതി. ഈ പെൺകുട്ടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് ഇന്നലെ മജിസ്ട്രേറ്റ് മുമ്പിൽ വെച്ച് എടുക്കുകയും ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ മാതാവും അതുപോലെ ഈ പെൺകുട്ടിയുടെ ഒപ്പം വന്ന ബന്ധുവും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അവർ പ്രധാനമായും പോലീസിനോട് ആവശ്യപ്പെടുന്നത് ഇത്തരം ഒരു കൃത്യത്തിന് കൂട്ടുനിന്നത് ആ വീട്ടിൽ അയാളുടെ ഭാര്യയുണ്ട്, അതുപോലെ ഒരു പ്രായം ചെന്ന സ്ത്രീ, അത് അയാളുടെ ഭാര്യയുടെ അമ്മയാണോ അയാളുടെ അമ്മയാണോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. അവരെ കൂടി ഇതിൽ പ്രതി ചേർക്കണം, അവരെ കൂടി കൃത്യമായി ചോദ്യം ചെയ്യണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിൽ ഇത്തരത്തിലൊരു പൂജാമുറി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ പൂജകൾ ഒന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ഈ മുറിയിൽ ഇങ്ങനെ പലരെയും കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് സ്ഥിരീകരണമില്ല. ഇവിടെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇയാൾക്ക് ജില്ലയുടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ ജ്യോതിശാലയമുണ്ട്. ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം സനീഷ്, 10 വിരലുകളിലും ഇയാൾ മോതിരം ധരിച്ചിരിക്കുന്നു, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു, സ്വയമേ തന്ത്രിയാണെന്ന് അയാൾ തന്നെ പറയുന്നു. ഇയാൾ വിദേശത്തായിരുന്നു, അറബ് രാജ്യത്തിലായിരുന്നു ഇയാളുടെ ജോലി. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഇയാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു തന്ത്രിയായി ആ നാട്ടിൽ അവതരിക്കുന്നു. പിന്നെ ചില ചാനൽ ചർച്ചകളിലൊക്കെ മറ്റേ ഇയാൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ മൊത്തം ശ്രദ്ധ പിടിച്ചുപറ്റി താനൊരു വലിയ ജോത്സ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർക്ക് വിശ്വാസമില്ലെങ്കിലും അടുത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും അവിടേക്ക് വരുന്നു. ഇയാൾ ഒരു റീൽസ് താരമാണ്. സോഷ്യൽ മീഡിയ വഴി പലരെയും ഇത്തരത്തിൽ റീൽസ് വഴി അവിടേക്ക് എത്തിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് പറയാനുണ്ട്. എന്തായാലും പോലീസ് എല്ലാ വശങ്ങളും അന്വേഷിക്കും, എല്ലാ തരത്തിൽ ഏത് ആക്ഷേപമുണ്ടെങ്കിലും പരിശോധിക്കുമെന്നാണ് കൊട്ടാരക്കര പോലീസ് വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇതിലിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കൂടുതൽ പരാതി വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് അതിനായി കാത്തിരിക്കുകയാണ് സനീഷ്.